ആരാധനയോടുള്ള ബന്ധത്തിൽ നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 25, 26, 27 എന്നീ വായിക്കാം. യേശുവിൻ്റെ ക്രൂശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോഫാവിൻ്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. ഇവിടെ നമുക്ക് അറിയാവുന്നതുപോലെ കുരിശിലെ മൊഴി എന്ന് പറയുന്നതായ തരുണത്തിൽ മൂന്നാമത്തേതായിട്ടുള്ളതായ മൊഴിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. യേശു സ്ത്രീയോട് ഇതാ നിന്റെ മകൻ എന്നും ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞതായ ആ പദപ്രയോഗം, അതെല്ലാം നമ്മുടെ വിഷയം. ഇവിടെ നാം നോക്കുമ്പോൾ കർത്താവിനെ പിടിച്ചു കൊണ്ടുപോയ ആ സന്ദർഭത്തിൽ തന്നെ തൻ്റെ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടി. അവരെല്ലാവരും പോയി, ആരുമില്ല. പിന്നീട് തുടർന്നുള്ള സന്ദർഭങ്ങളിലൊന്നും തന്നിൽ നിന്ന് നന്മ അനുഭവിച്ചതായ വലിയ കൂട്ടം ആളുകൾ വൃദ്ധന്മാര്, സഖ്യമാക്കി വൃദ്ധന്മാര് തുടങ്ങി എല്ലാ രോഗികൾ എന്ന് വേണ്ട പലരും 5 അപ്പം കൊണ്ട് 5000 പേരെയും അങ്ങനെ തുടങ്ങിയിട്ടുള്ളതായ എല്ലാ ആളുകളും അവനെ വിട്ടുപോയി, ആരുമില്ല. ഒരു ചെറിയ കൂട്ടം മാത്രമാണ് അവരുടെ അടുക്കൽ നിൽക്കുന്നത്. അതാണ് നാം ഇവിടെ വായിച്ചത്. കർത്താവിൻ്റെ അമ്മ മറിയയും. മറിയയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവൾക്ക് അത് ഒരിക്കലും മറക്കുവാൻ തക്കവണ്ണം കഴിയില്ല. മകനെ സംബന്ധിച്ചിടത്തോളം താൻ പുരുഷനെ അറിയാതിരുന്നതായ കാലത്ത് ദൈവം തൻ്റെതായിട്ടുള്ളതായ ദൂതന്മാരെ അരുളി ചെയ്തുകൊണ്ട് ജനിച്ചതായ സന്തതിയാണ് അവരുടെ മൂത്ത പുത്രനാണ്, മൂത്ത മകനായിട്ട് ജനിച്ചതാണ്. അവള് ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം കഴിഞ്ഞതിന് ശേഷം മാതാപിതാക്കന്മാർ അവനെ ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നതായ സന്ദർഭത്തിൽ സിമിയോൻ എന്നതായ വ്യക്തി, വളരെയധികം പ്രായമുള്ളതായ വ്യക്തിയാണ്. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നവൻ മറിയോട് പറഞ്ഞതായ വാക്ക് അവള് ഓർക്കുകയായിരുന്നു. ഈ സന്ദർഭത്തിൽ, നിന്റെ സ്വന്തം പ്രാണനിൽ കൂടി ഒരു വാൾ കടക്കുമെന്ന് പറഞ്ഞു. അത് ഇവിടെ നിറവേറിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ സ്വന്തം പ്രാണനിൽ കൂടി ഒരു വാൾ കടക്കും പ്രവചനത്തിന്റെ നിവൃത്തി അവിടെ വന്നിരിക്കുകയാണ്. വാൾ കടന്ന ആ സന്ദർഭമായി അവൾക്ക് വിട്ടുപോകാൻ തക്കവണ്ണം കഴിയില്ല. ക്രൂശിന്റെ അരികെ തന്നെ അവര് ചേർന്നു. മറ്റു മഗ്ദലക്കാരത്തി മറിയയെ കുറിച്ച് നമുക്കറിയാവുന്നതാണ്. 7 അശുദ്ധാത്മാക്കൾ പുറത്താക്കിയതായ ആ വ്യക്തി, അവൾക്ക് കർത്താവിനോടുള്ളതായ സ്നേഹത്തിൽ അവളെ എങ്ങനെ പിടിച്ചു മാറ്റിയാലും അവൾക്ക് മാറിപ്പോകാൻ തക്കവണ്ണം കഴിയില്ല. യോഹന്നാൻ അപ്പോസ്തലനോടുള്ളതായ ബന്ധത്തിൽ നോക്കും, മറ്റ് അപ്പോസ്തലന്മാരെ ആരും തന്നെ അവിടെ ഇല്ല, എല്ലാവരും ഓടിപ്പോയി സ്ഥലം വിട്ടു. എന്നാൽ യോഹന്നാൻ കർത്താവിൻ്റെ മാതാവിനോടും മറ്റ് സഹോദരന്മാരോടും ചേർന്ന് അവിടെ ക്രൂശിനടിക്കും. യോഹന്നാന് കർത്താവിനോടുള്ള സ്നേഹം നമുക്കറിയാം. ഈ സന്ദർഭത്തിൽ
കർത്താവിൻ്റെ അർത്ഥശിഷ്യന്മാരായിട്ടുള്ളതായ യാക്കോബോ യൂദയോ മറ്റാരും തന്നെ അവിടെ ഇല്ല, അവരെല്ലാം പോയിക്കണം. അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറഞ്ഞത്, കർത്താവ് മൂത്ത മകൻ എന്നുള്ളതായ രൂപത്തിൽ തൻ്റെ ഉത്തരവാദിത്തം മാതാവിനോടുള്ള ബന്ധത്തിൽ അവിടെ നിർവഹിക്കുകയായിരുന്നു. പിതാവാസ രൂപത്തിൽ മാറ്റപ്പെട്ട് കാണണം എന്നാണ് നമുക്ക് വിചാരിക്കാൻ തക്കൊന്നും കഴിയുന്നത്. മാതാപിതാക്കൾ അവന് ദേവാലയത്തിൽ കൊണ്ടുപോയി ആ സന്ദർഭത്തിൽ ജോസഫ് അവിടെ ഉണ്ടായിരുന്നപ്പോൾ ജോസഫ് ഇവിടെ ഇല്ല. അങ്ങനെയുള്ളതായ മാതാവിനെയാണ് അവൻ തൻ്റെ ഉത്തരവാദിത്വത്തിൽ ആ ശിഷ്യനെ പരമേൽപ്പിക്കുന്നത്. എന്നാൽ ആ യോഹന്നാൻ അപ്പോസ്തലനും കർത്താവിനോടുള്ളതായ സ്നേഹം, അതിൻ്റെതായിട്ടുള്ള പാരമ്യം, അത് എത്ര വലുതാണ്. എന്ത് തന്നെ വന്നാലും ക്രൂശിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് അപകടമാണ്, അവരെ പിടിച്ചു കൊണ്ടുപോകും, അല്ലെങ്കിൽ അവർക്ക് വലിയ പ്രശ്നമുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് മറ്റുള്ളവരൊക്കെ മാറി നിൽക്കുന്നത്. തീരെ സ്നേഹമില്ലാഞ്ഞിട്ടാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അല്പമൊക്കെ ചെറിയതെന്നാലും ഭയം കാരണം കൊണ്ട് അവർ. എന്നാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്നുള്ളതായ രൂപത്തിൽ ഈ പറഞ്ഞതായ കൂട്ടത്തിൽ ഭയമില്ല, ആ ദൈവസ്നേഹമായിരുന്നു. നമ്മെക്കുറിച്ച് നോക്കുമ്പോൾ ഞാൻ കേട്ട അനേക ചിന്തകൾ കർത്താവിനെ ആരാധിപ്പാനും സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം ഒതുങ്ങുന്നതായ ചിന്തകളായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മുടേതായിട്ടുള്ളതായ സ്നേഹം, ദൈവത്തോടുള്ളതായ സ്നേഹം, കർത്താവിനോടുള്ളതായ സ്നേഹം, അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിപ്പാൻ തക്കവണ്ണമാണ് നാം ഇവിടെ കടന്നു വന്നിട്ടുള്ളത് എന്ന് നാം പറയുന്നു. അത് വളരെ ഗൗരവമേറിയ ഒരു ശുശ്രൂഷയുമാണ്. നമുക്ക് സന്തോഷിപ്പാൻ തക്കവണ്ണം വഴിയുണ്ട് എന്നിരുന്നാൽ തന്നെയും വളരെ ഗൗരവത്തോടു കൂടി തന്നെ നിർവഹിക്കുന്നതായ ഒരു ശുശ്രൂഷയാണ് കർത്താവിൻ്റെ മേശയിൽ പങ്കുകൊള്ളുന്നത്. അതിൻ്റെ മേശയിൽ പങ്കുകൊള്ളുവാൻ തക്കവണ്ണം, അതിൻ്റെ കൽപ്പനയെ ആചരിപ്പാൻ തക്കവണ്ണം കൂടി വന്നിരിക്കുന്നവരായ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ എപ്രകാരമുള്ളതായ സ്നേഹമാണ് കർത്താവിനോടുള്ളതായ ബന്ധം. നമുക്ക് ജീവൻ തന്നവനാണ്, ജീവൻ തന്നവനാണ്. നമുക്ക് വേണ്ടി തൻ്റെ സ്വന്തം ജീവനെ നൽകി, ഞാൻ കേട്ടതുപോലെ പ്രായശ്ചിത്തമായിട്ട്, സർവലോകത്തിനും പ്രായശ്ചിത്തമായിട്ട് സ്വന്തം ജീവന് നൽകി. ഇതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പാപികളും ദോഷികളും ആയിരുന്നായ നമ്മെ സംബന്ധിച്ചിടത്തോളം, ശത്രുക്കളായിരുന്നായ നമ്മെ സംബന്ധിച്ചിടത്തോളമാണ് അവൻ ജീവന് നൽകി. അതുകൊണ്ട് നമ്മുടെ സ്നേഹം എപ്രകാരം ഇരിക്കുന്നു, കർത്താവിനോടുള്ളതായ സ്നേഹം, അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടേതായിട്ടുള്ള സ്നേഹത്തിൽ പ്രകടമാകേണ്ടതായിട്ടുള്ളത്. ജീവിതങ്ങളിലും ഓരോരുത്തരും വ്യക്തിപരമായി കർത്താവിനോടുള്ളതായ സ്നേഹം മുന്നിട്ട് നിന്നുകൊണ്ട് ദൈവത്തെ നമസ്കരിക്കാം, ആരാധിക്കാം. ഇന്ന് രാവിലെ സകല ഹൃദയാംഗവുമായി അവനെ സ്തുതിക്കുകയും പുറത്തപ്പെടുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യാം. നമുക്ക് വേണ്ടി ജീവനെ നൽകിയതായ ആ കർത്താവിനെ വീണുണങ്ങി നമുക്ക് നമസ്കരിക്കാം, അവൻ്റെ കൽപ്പനകളെ ഓർത്ത് അവനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം.